കരയധികം ഞാൻ വീഴ്ത്തിടും കണ്ണീർ കൈപ്പേറിയതാ എൻ പാപം അനേകം കരയധികം ഞാൻ വീഴ്ത്തിടും കണ്ണീർ കൈപ്പേറിയതാ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമാ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമാ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമായി പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനായി പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകിൽ നിന്നിവിടും നിനി ഞാൻ മടങ്ങുകിൽ നിന്നിവിടും നിനി ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു ദിവസവും ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകുന്ന കൃപയുടെ പകരപ്പെടുന്ന ദൈവശക്തിയുടെ നിറവിൽ നമുക്ക് ജയഘോഷത്തോടെ മുൻപോട്ട് കാലടികളെ വയ്ക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് യൂദായുടെ ലേഖനം 2-ാം വാക്യം ആവർത്തിച്ചു വായിക്കാം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവം വർദ്ധനവിൻ്റെ ദൈവമാണ്.
നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണ വർദ്ധിക്കും. അത് കുറഞ്ഞു പോകത്തില്ല. നാൾ തോറും കഴിയും തോറും അമാനുഷികമായി, പ്രകൃതിക്കപ്പുറമായി ദൈവികമായ കരുണ വർദ്ധിച്ചു വരും. 2, നമ്മുടെ സമാധാനം വർദ്ധിക്കും. എങ്ങനെയെങ്കിലും ഒരു സമാധാനമല്ല, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരോടും സമാധാനം. 3-ാമതായി പറയുകയാണ്, സ്നേഹം വർദ്ധിക്കട്ടെ. കരുണ ദൈവത്തിൽ നിന്ന് നമ്മോടുള്ളതാണ്, സമാധാനം നമുക്ക് മനുഷ്യരോടുള്ളതാണ്. എന്നാൽ സ്നേഹം വർദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഉറപ്പാണ്: എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല. നിത്യസ്നേഹം കൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനൊരു കുറവും വന്നിട്ടില്ല. പകരം എവിടെയൊക്കെയോ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ടോ? എഫെസോസിലെ സഭ ഒത്തിരി ഗുണഗണങ്ങളുള്ള സഭയായിരുന്നു. പക്ഷെ ഒരിടത്ത് മാത്രം അവൻ്റെ കാലിടറി. ആദ്യ സ്നേഹത്തെ വിട്ടുകളഞ്ഞു. അത് അവൻ അറിയാതെ അവങ്കിൽ നിന്ന് പോയിപ്പോയതല്ല, അവൻ വിട്ടുകളഞ്ഞതാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഒരിക്കലും നമ്മൾ അറിയാതെ പോകുകയില്ല. നമ്മൾ വിട്ടുകളഞ്ഞാലേ അത് പോവുകയുള്ളൂ. യൂദാ പറയുകയാണ്, ആ സ്നേഹം വർദ്ധിക്കട്ടെ. കർത്താവേ, എവിടെയൊക്കെയോ ഈ കഴിഞ്ഞ നാളുകളിൽ അങ്ങയോട് പിണങ്ങി, അങ്ങയോട് അകന്നു, അങ്ങയുടെ മുൻപാകെ പുറുപുറുത്തു. Somewhere I lost that intimacy with you, Lord. അങ്ങനെ തോന്നുന്നുണ്ടോ? ആദ്യകാലങ്ങളിലെ പോലെ അപ്പൻ്റെ പാദത്തിങ്കിലിരിപ്പാൻ, പ്രാരംഭ നാളുകളിലെ പോലെ പ്രാണനാഥനോട് പ്രണയം പങ്കുവെപ്പാൻ ആവാത്ത ഒരു അകൽച്ച. Are you struggling to pray? ഈ ഉപവാസ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പ്രയാസപ്പെടുന്നുണ്ടോ? Somewhere you lost the love. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള ആ സ്നേഹം, അങ്ങയോടുള്ള ആ ഇൻറ്റിമസി, അങ്ങയോടുള്ള ആ ബന്ധം, അങ്ങയോടുള്ള ആ പ്രണയം അതെനിക്ക് വർദ്ധിക്കണം, ഊട്ടി ഉറപ്പിക്കപ്പെടണം. എനിക്ക് അങ്ങയോടുള്ള ആ ബന്ധമൊന്ന് വർദ്ധിക്കണം, സ്നേഹം വർദ്ധിപ്പിക്കപ്പെടണം. എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കുവാൻ, എൻ്റെ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ, നാഥൻ്റെ മാർവിലെ ചൂടിനെ ഒന്നും കൂടെ അനുഭവിക്കുവാൻ, നാഥന് വേണ്ടി നിൽക്കുവാൻ. അപ്പാ, ആ സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. അതിന് പ്രാർത്ഥിക്കാം, അതിനാഗ്രഹിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുവാൻ കാരണമാകട്ടെ. ആമേൻ. God bless you.